tech, entertainment, travel. Techverse with Febin. ഞങ്ങൾ ഇന്ന് ബ്രോഡിക്കാസ്റ്റിൽ കണ്ടു കഴിഞ്ഞു. പിന്നെ ഇനി അടുത്ത് കാണാനുള്ള അവിടുത്തെ ഗാർഡനാണ്. ഗാർഡൻ അതിമനോഹരമാണ്. അവിടെ ഒരാൾ പൊക്കമുള്ള ഒരു പിരമിഡ് ഉണ്ട്. അത് സിൽവർ കളറാണ്, റിഫ്ലക്റ്റീവാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു ഹട്ട് കണ്ടു. അത് പൈൻ മരത്തിൻ്റെ കാവ് കൊണ്ടും അതിൻ്റെ തടികൾ കൊണ്ടും നിർമ്മിച്ച ഒരു ഹട്ടാണ്. അത് വളരെ ആകർഷകമാണ്. വ്യത്യസ്തങ്ങളായ പൂക്കളും ചെടികളും കൊണ്ട് നിറഞ്ഞിരുന്നു ആ ഗാർഡൻ. ചില ചെടികൾ കണ്ടാൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ചെടികളെ പോലെ തോന്നും. പക്ഷേ നമ്മൾ കേൾക്കാത്ത പേരൊക്കെയാണ് അതിന്. കിളികൾക്ക് വന്ന് ഇരിക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള നെസ്റ്റൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏക്കർ കണക്കിന് വിസ്തീർണമാണ് ഈ ഗാർഡനുള്ളത്. ഇലോ ഫെയറിലെ ബ്രോഡിക്കാസ്റ്റിൻ്റെയും അവിടുത്തെ ഗാർഡൻ്റെയും കൂടുതൽ വീഡിയോസ് ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല. കാരണം നിങ്ങൾ അവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സസ്പെൻസ് വേണ്ടേ. ഇനി ഞങ്ങൾ പോകുന്നത് ഒരു ബാർബിക്യൂ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതിന് പറ്റിയ നല്ല സ്പോട്ട് നോക്കി ഞങ്ങൾ കുറേ പോയി. അവിടെ കുറേ ബീച്ച് സൈഡ് ഉണ്ട്, എന്നാലും മണലും അങ്ങനെയുള്ള കാര്യങ്ങളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുറേ അലഞ്ഞു. അവസാനം കുറേ അറ്റത്തെത്തിയപ്പോൾ അവിടെ നല്ലൊരു ലൊക്കേഷൻ കിട്ടി. അങ്ങനെ ഞങ്ങൾ നല്ലൊരു സ്പോട്ട് നോക്കി ആധിപത്യം സ്ഥാപിച്ചു. പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് വെല്ലുവിളികളുണ്ടായിരുന്നു. നല്ല കാറ്റായിരുന്നു. സാധനങ്ങളെല്ലാം പറന്നു പോകുന്ന തരത്തിലായിരുന്നു. പിന്നെ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് നമുക്ക് സെറ്റ് ചെയ്യണമായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് സെറ്റാക്കി എല്ലാം ചെയ്തിട്ട് തീ കത്തിക്കാൻ കുറച്ച് പാടുപെട്ടു. അവസാനം അതും ഓക്കെ ആയി. പിന്നെ ഞങ്ങൾ ബീഫ് പാറ്റി വരുന്ന വഴി കടയിൽ നിന്ന് മേടിച്ചായിരുന്നു. പിന്നെ മാരിനേറ്റ് ചെയ്ത ചിക്കനും ഉണ്ടായിരുന്നു ഗ്രില്ല് ചെയ്യാൻ. വീട്ടിൽ നിന്ന് കട്ട്ലേറ്റും ഉണ്ടാക്കിക്കൊണ്ട് വന്നു. അത് ഒന്ന് ചൂടാക്കി ഫൈനലി ഞങ്ങൾ നല്ല രീതിയിൽ കഴിക്കാനായിട്ട് പോയപ്പോൾ വേറൊരു ഒബ്സ്റ്റക്കിൾ വന്നു. അവിടെ സീകളുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ഫുഡ് തട്ടിപ്പറിക്കാനായിട്ട് ഒത്തിരി നോക്കി. പിന്നെ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തായിരുന്നു ഞങ്ങളുടെ മെയിൻ പരിപാടി. കുറേ അതിനെ ഓടിച്ചു. അങ്ങനെ ഫൈനലി അത് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പം പിന്നെ അവർ വേറെ റൂട്ട് പിടിച്ചു. ഞങ്ങൾ പിന്നെ സമാധാനത്തോടിരുന്ന് കഴിച്ചു. ഫുഡ് അടി കഴിഞ്ഞ് ഞങ്ങൾ ബീച്ച് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ കുറച്ച് പാറക്കെട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലൊക്കെ കയറി. വേലിയിറക്കമായോണ്ട് കടലുള്ളിലേക്ക് വലിഞ്ഞു നിൽക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഓരോ കല്ലിലും ചവിട്ടി കടലിലേക്ക് ഇറങ്ങാൻ പറ്റി. കുറേ കക്കകളും ഞണ്ടുകളുമൊക്കെ കല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ബീച്ചിനടുത്തായി ചെറിയ വീടുകളൊക്കെ കാണാമായിരുന്നു. ഇവിടെ കൂടുതലും പ്രായമുള്ളവരാണ് ഈ ഐലൻഡിൽ താമസിക്കാറ്. ഇവിടെയുള്ളവർക്ക് മെയിൻലാൻഡ്, അതായത് സ്കോട്ട്ലാൻഡിലേക്ക് വരണമെങ്കിൽ ഫെറി ബുക്ക് ചെയ്ത് വേണം പോകാൻ. അതും എപ്പോഴും കിട്ടണമെന്നില്ല. കാലാവസ്ഥ മോശമായാൽ ഫെറി മുടങ്ങും.
നീലാകാശവും നീലക്കടലും പച്ച പുൽത്തകടിയൊക്കെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ തന്നെയാണ്. അവിടുത്തെ മനോഹാരിതയൊക്കെ ഫോണിൽ പകർത്തിയ ശേഷം ഞങ്ങൾ മെല്ലെ അവിടുന്ന് യാത്ര തിരിക്കാൻ ആരംഭിച്ചു. ഞങ്ങൾക്കിവിടെ ഇനിയും കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. പക്ഷേ ഇന്ന് സമയമില്ല. വീണ്ടും വരാമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ മടങ്ങുകയാണ്. ഫെറി ഞങ്ങളെ കാത്തിരിക്കുകയാണ്.